പഠിച്ചത് ഫ്ലവറിന്റെ രണ്ട് പാർട്സ് ആണ്, കാലിക്സും കൊറോളയും. അവർ തമ്മിലുള്ള കണക്ഷനാണ് പഠിച്ചത്. ദാറ്റ് വി കോൾ ദ എസ്റ്റിവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത മൂന്നാമത്തെ പാർട്ട് ആൻഡ്രീഷ്യൻ. ആൻഡ്രീഷ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഇസ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെ? മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ആൻഡ്രീഷ്യൻ എന്ന് പറയുന്നത്. ആൻഡ്രീഷ്യത്തിന്റെ ഒരു യൂണിറ്റിനെ വിളിച്ച പേര് സ്റ്റേമൻ അല്ലെ? സ്റ്റേമൻ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സിംഗിൾ സ്റ്റേമൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് പാർട്ടുണ്ട്. ഓക്കെ, രണ്ട് പാർട്ടുണ്ട്. ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ, എലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ. ഈ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് ഫിലമെന്റ്. ഫിലമെന്റ്. അതിന്റെ മുകളിൽ കാണുന്ന ഈ രണ്ട് ലോബ്, ഈ ലോബിനെ വിളിക്കുന്ന പേരാണ് ആന്തർ. ഇതാണ് സാധാരണ രീതിയിൽ ആന്തറിന്റെ സ്ട്രക്ചർ, സ്റ്റേമന്റെ സ്ട്രക്ചർ. They have two parts. A stalk of anther is known as filament and a bilobed structure is known as anther. സാധാരണ രീതിയിൽ ഇങ്ങനെയാണ്, ബൈലോബഡ് ആയിട്ടാണ് ആന്തർ കാണാം. ഈ രണ്ട് ലോബിൽ, അതുകൊണ്ട് രണ്ട് ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലോബായിട്ടാണ് ആന്തർ കാണുക. രണ്ട് ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്, ഇതുപോലെയാണ് ഒരു ലോബ് ഉണ്ടാവുക. അതേപോലെ ഇപ്പുറത്ത് മറ്റൊരു ലോബ്. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് ലോബ് ഉണ്ടാവുക. ഒരു ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ക്യാവിറ്റി ഉണ്ട് ഇതുപോലെ. ഓക്കെ, അതേപോലെ ഇത് മറ്റൊരു ലോബ്, ഇവിടെയും രണ്ട് ക്യാവിറ്റി. ഈ ക്യാവിറ്റിനെ വിളിക്കുന്ന പേരാണ് തീക്ക. തീക്ക. ഓക്കെ, ഈ തീക്കകത്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന മെയിൽ ഗമറ്റോഫൈറ്റ് കാണുന്നത്. അപ്പൊ ഈ ഓരോ തീക്കകത്തും പോളൻ ഗ്രെയിൻ ഫോം ചെയ്യും. പോളൻ ഗ്രെയിൻ ഫോം ചെയ്താൽ ഈ തീക്കേനെ വിളിക്കുന്ന പേര് പോളൻ സാക്ക് എന്ന്. പോളൻ സാക്ക്. ഇതാണ് ഒരു ആന്തറിന്റെ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞത് ആൻഡ്രീഷ്യം is the male reproductive organ. Unit stamen. Parts of stamen, anther and filament. Anther is the stalk of filament is the stalk of anther. Anther is a bilobed structure. Each lobe possesses two theca. So the anther is usually known as ഡൈതീക്കസ്. രണ്ട് തീക്ക കാണുന്ന, ഒരു ലോബിനകത്ത് രണ്ട് തീക്ക കാണുന്നതുകൊണ്ട് കണ്ടീഷൻ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആന്തറിനെ വിളിക്കുന്ന പേര് ഡൈതീക്കസ് ആന്തർ അല്ലെങ്കിൽ ബൈതീക്കസ് ആന്തർ എന്ന് വിളിക്കും. ഇനി ഓരോ തീക്കകത്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിനകത്താണ്. സാക്കിനെ വിളിച്ച പേര് പോളൻ സാക്ക്. അല്ലേ? ഈ പോളൻ ഗ്രെയിൻ ആണ് നമ്മൾ പൊളിനേഷൻ സമയത്ത്, റിപ്രൊഡക്ഷൻ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. ഓക്കെ, ഇനി ഒരു ആന്തറിൽ നോക്കാം. നമ്മൾ നോർമലി ആന്തറിന്റെ കേസിൽ പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റേമന്റെ കേസിൽ പറഞ്ഞു, ഇറ്റ് ഇസ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ. റിപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പ്രത്യേകത അവരെപ്പോഴും ഫെർട്ടൈൽ ആയിരിക്കും. ഓക്കെ, റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയുള്ള സ്ട്രക്ചർ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ. ഇനി ചില സ്റ്റേമന് റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. അങ്ങനെ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ആ കണ്ടീഷൻ വിളിക്കുന്ന പേര് സ്റ്റെറൈൽ എന്നല്ലേ? റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ളത് ഫെർട്ടൈൽ, കപ്പാസിറ്റി ഇല്ലാത്തത് സ്റ്റെറൈൽ. ഇങ്ങനെയുള്ള സ്റ്റെറൈൽ സ്റ്റേമിനെ വിളിക്കുന്ന പേര്, നോർമലി റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി സ്ട്രക്ചർ ആയതുകൊണ്ട് സ്റ്റേമൻ എന്ന് വിളിച്ചു. സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റേമിനെ വിളിക്കുന്ന പേര് സ്റ്റേമൻ എന്നല്ല, പകരം സ്റ്റാമിനോഡ്. Okay, the staminode means a sterile stamen. A sterile stamen means without having the capacity for reproduction. Having the capacity for reproduction is the stamen. Okay. Okay. Anther നമ്മൾ ഡൈതീക്കസ് എന്ന് വിളിക്കും. ഡൈതീക്കസ് എന്ന് വിളിക്കാൻ വേണ്ടി കാരണം ഈച്ച് ആന്തർ ലോബ്, ഒരു ലോബിനകത്ത് രണ്ട് തീക്ക ഉള്ളതുകൊണ്ട്. ഓക്കെ, ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. പോളൻ ഗ്രെയിൻ ബെയർ ചെയ്യുന്ന സ്ട്രക്ചർ വിളിക്കുന്ന പേര് പോളൻ സാക്ക്. ഇനി ഒരു ആന്തറിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആന്തറിനെ ഇങ്ങനെ മുറിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ ഈ ക്യാരക്ടർ പറഞ്ഞത്. ഇനി ഒരു ആന്തറിൽ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ആന്തർ പരസ്പരം നമ്മൾ നമ്മുടെ ഹിബിസ്കസ് പ്ലാന്റിൽ കണ്ടിട്ടുണ്ട്. ഹിബിസ്കസ് പ്ലാന്റിൽ കുറെ സ്റ്റേമൻ ഉണ്ട് അല്ലെ? കുറെ സ്റ്റേമൻസ് പരസ്പരം ഇങ്ങനെ കൂടി ചേർന്നിട്ടുണ്ടാവും.
ഇങ്ങനെ സ്റ്റേമൻ തമ്മിൽ പരസ്പരം കൂടിച്ചേരുകയാണെങ്കിൽ ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് കൊഹിഷൻ. ഓക്കെ, സെയിം സ്ട്രക്ചർ ആണ്, പരസ്പരം കൂടിച്ചേരുന്നെങ്കിൽ വിളിക്കുന്ന പേരാണ് കൊഹിഷൻ. ഹിയർ ദ സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ്. ഓക്കെ, ചിലപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ബണ്ടിലായിട്ട് കാണാൻ വേണ്ടി പറ്റും. സ്റ്റേറ്റ്മെന്റ്സ് ആർ യുണൈറ്റഡ് ഇൻ ടു എ സിംഗിൾ ബണ്ടിൽ. അപ്പൊ ക്വസ്റ്റ്യൻ കാണുന്നത് ഒരു സിംഗിൾ ബണ്ടിലായിട്ടാണെങ്കിൽ ആ കണ്ടീഷൻ വിളിക്കുന്ന പേര്, ഒരു ബണ്ടിലാണെങ്കിൽ വിളിക്കുന്ന പേര് മോണോ അഡൽഫസ് കണ്ടീഷൻ. ഓക്കെ, മോണോ മീൻസ് സിംഗിൾ. If the stamens are united into a single bundle, it is called monoadelphous. നമ്മൾ അതിനെ ഒറ്റ ടേം ആയിട്ട് മോണഡൽഫസ് എന്നും പറയും. മോണഡൽഫസ് കണ്ടീഷൻ. Stamens are united into form a single bundle. ഇങ്ങനെ ഒറ്റ ബണ്ടിലായിട്ട് കാണുന്നതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹിബിസ്കസ് പ്ലാന്റ്. ഹിബിസ്കസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ബഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ബഞ്ച് ഓഫ് സ്റ്റേമെൻസ് ലൈക്ക് എ ഗ്രേപ്പ് അല്ലെ, ഒരു മുന്തിരിക്കൊല പോലെ ഇതുപോലെ സ്റ്റേമെൻസ് കാണാൻ വേണ്ടി പറ്റും ഹിബിസ്കസ് പ്ലാന്റിൽ. ഓക്കെ, ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് മോണോ അഡൽഫസ് കണ്ടീഷൻ. ഇനി രണ്ട് ബണ്ടിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റിൽ 10 സ്റ്റേമൻ ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റേമൻ 10 ആണ്. ഇതിൽ 10 9 എണ്ണം ഒരുമിച്ച്, ഒരെണ്ണം ഫ്രീ. ഓക്കെ, 10 സ്റ്റേമൻ ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റേമൻ is 10. In this 9 stamens are fused and 1 is free. ഇങ്ങനെയാണ് കണ്ടീഷനെങ്കിൽ രണ്ട് ബണ്ടിലെ ഇതൊരു ബണ്ടില് ഇത് മറ്റൊരു ബണ്ടില്. ഓക്കെ, ഇങ്ങനെ രണ്ട് ബണ്ടിലായിട്ടാണ് കാണുന്നതെങ്കിൽ, if the stamens are united into form 2 bundles, then the condition is known as dithecous. റെഡി? ഇങ്ങനെ രണ്ട് ബണ്ടിലായിട്ട് കാണുന്ന പ്ലാന്റിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പീ പ്ലാന്റ്. ഓക്കെ, ലെഗുമിനസ് പ്ലാന്റിന്റെ ക്യാരക്ടർ ആണ് സ്റ്റേമൻസ് ആർ യുണൈറ്റഡ് ഇൻടു 2 ബണ്ടിൽസ്. അതേപോലെ നമ്മുടെ ഒനിയൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇല്ലേ, ഒനിയൻ, അലിയം സിപ്പ എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. ഒനിയൻ എന്ന് പറയുന്ന പ്ലാന്റിൽ കാണുന്നതും ഇതുപോലെ ഡൈത്തീക്കസ് കണ്ടീഷൻ. അവിടെ 6 സ്റ്റേമൻ ഉണ്ട്. 6 സ്റ്റേമൻ കാണുന്നത് 3 എണ്ണം ഒരു ബണ്ടില്, 3 എണ്ണം മറ്റൊരു ബണ്ടില്. ഓക്കെ, ഇനി ചില പ്ലാന്റിൽ കാണുന്നത് മോർ ദാൻ 2 ബണ്ടിൽ അല്ലെങ്കിൽ 3 ബണ്ടിൽ. ഓക്കെ, 3 ബണ്ടിൽ ആണെങ്കിൽ സിംഗിൾ ആണെങ്കിൽ മോണോ, 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ അഡൽഫസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി മോർ ദാൻ 2 ആണെങ്കിൽ, മോർ ദാൻ 2 എന്ന് പറഞ്ഞാൽ 3 എന്നല്ല അർത്ഥം, 3 ആവാം, 4 ആവാം, 5 ആവാം, എങ്ങനെയാവാം. ഓക്കെ, മോർ ദാൻ 2 ബണ്ടിൽ ആണെങ്കിൽ കണ്ടീഷൻ ഈസ് കോൾഡ് പോളി അഡൽഫസ് കണ്ടീഷൻ. Stamens are united into more than 2 bundles are called polyadelphous condition. ഇങ്ങനെ polyadelphous condition കാണുന്ന പ്ലാന്റിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സിട്രസ് പ്ലാന്റ്. ലെമൺ ഉണ്ടാവുന്ന പ്ലാന്റ്. ഓക്കെ, ലെമൺ പ്ലാന്റ് ആണ് സിട്രസ് പ്ലാന്റ്. ഇങ്ങനെയൊക്കെയാണ് കൊഹിഷൻ കാണുന്നത്. അപ്പൊ കൊഹിഷൻ എന്ന് പറഞ്ഞാല് stamens united into bundles. Cohesions are 3 types: monoadelphous, monoadelphous, diadelphous, dithecous എന്നല്ല, diadelphous, dithecous എന്നല്ല അല്ലേ, diadelphous and polyadelphous condition. Monoadelphous means stamens united into 1 bundle. If it is 2 bundle, diadelphous. More than 2 bundle, polyadelphous. Okay, അപ്പോൾ നമ്മൾ പറയുന്നു andrecium is the male reproductive organ unit stamen. Sterile stamens are known as staminode. The stamens have 2 parts, anther and filament. Filament is the stalk of anther. Anther is a bilobed structure. Each possesses 2 theca. Hence anther is known as dithecous anther. Within the anther, the pollen grains are produced within a pollen sac. Then
Sometimes the stamens are united. Such condition is known as, such character is known as cohesion. If the stamens are united into one bundle, it is called monoadelphous. Two bundle, diadelphous. More than two bundle, polyadelphous. Example for monoadelphous condition, hibiscus plant. Diadelphous condition, pea plant. Polyadelphous condition, citrus plant. ഇവിടെ ഒന്നും പഠിക്കാനില്ല കേട്ടോ, ഇപ്പൊ പഠിക്കണ്ട, നമ്മൾ പിന്നീട് പഠിക്കും. More than two bundle, citrus plant. ഓക്കെ. ഇനി ചിലപ്പോഴും നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേമെന്റ് രണ്ട് പാർട്സ് ഉണ്ട് അല്ലെ, ആന്തറും ഫിലമെന്റും. എപ്പോഴും ആന്തർ ഉണ്ടാവുന്നത് ഫിലമെന്റിന്റെ മുകളിലായിരിക്കും, എപ്പോഴും എന്നല്ല, യൂഷ്വലി. എന്നാൽ ചില കേസിൽ നോക്കുകയാണെങ്കിൽ ആന്തർ എന്ന് പറയുന്നത് ഫിലമെന്റിന്റെ മുകളിലായിരിക്കില്ല, പകരം മറ്റൊരു ഫ്ലവറിന്റെ സ്ട്രക്ചറിന്റെ മുകളിലായിരിക്കും. ഓക്കെ, ഇങ്ങനെ നോക്കാം. നമ്മുടെ ആന്തർ മറ്റൊരു സ്ട്രക്ചറായിട്ട് കൂടിച്ചേർന്നാൽ, ആന്തർ തമ്മിൽ സ്റ്റേമൻ തമ്മിൽ കൂടിച്ചേർന്നാൽ വിളിച്ച പേര് കൊഹിഷൻ അല്ലെ. If a stamen attached with the other floral parts, then the condition is called adhesion. Clear? Adhesion. Stamens attached into other floral parts. ഇങ്ങനെ അഡീഷൻ കാണുന്നത് ചിലപ്പോഴും നമ്മുടെ ഹിബിസ്കസ് പ്ലാന്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇക്സോറ എന്ന് പറയുന്ന പ്ലാന്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇക്സോറ മീൻസ് നമ്മുടെ നാട്ടില് ചെത്തി എന്നൊക്കെ പറയുന്ന പ്ലാന്റ്, ചെക്കി എന്നൊക്കെ പറയുന്ന പ്ലാന്റ്, ഒരു റെഡ് കളറില്, യെല്ലോ കളറില്, വൈറ്റ് കളറില്, ഇങ്ങനെ ഒരുപാട് ഷെയ്ഡിൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ്. ഇതിൽ 4 പെറ്റലാണ് ഉണ്ടാവുക. അതിന്റെ സ്റ്റേമൻ എന്ന് പറയുന്നത് കാണുന്നത് ഈ 2 പെറ്റൽ ഫ്യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇവിടെ. ഓക്കെ, ഇതാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേമനിൽ നോക്കിക്കഴിഞ്ഞാൽ ആന്തർ മാത്രമേ ഉള്ളൂ, ഫിലമെന്റ് ഇല്ല. ആന്തർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ പെറ്റലിന്റെ മുകളിലാണ് അല്ലെ. സ്റ്റേമൻ മറ്റൊരു ഫ്ലോറൽ പാർട്സിൽ അറ്റാച്ച് ചെയ്താൽ വിളിച്ച പേരാണ് അഡ്ഹഷൻ. ഇവിടെ സ്റ്റേമൻ പെറ്റലിന്റെ മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയും ആൻഡ്രീഷ്യം attached into corolla അല്ലെ. ആൻഡ്രീഷ്യം attached into corolla, ഇത് കൊറോള അല്ലേ. ഇങ്ങനെ കൊറോളയുടെ മുകളിലാണ് സ്റ്റേമൻ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ ആൻഡ്രീഷ്യം കാണുന്നെങ്കിൽ, ആ ടൈപ്പ് അഡീഷനെ വിളിക്കുന്ന പേരാണ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ. എപ്പിപെറ്റാലസ്, ആൻഡ്രീഷ്യം or stamen attached into petal. Stamen attached into petal. നമ്മൾ പറയും andrecium attached into corolla. Okay, if the andreciums are attached into the corolla, condition is known as epipetalous condition. Example നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്സോറ. ഓക്കെ, ചെത്തി. ഇനി ചില പ്ലാന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലില്ലി പ്ലാന്റ്, ലില്ലി പ്ലാന്റിന്റെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ, സാധാരണ നമുക്ക് ഫ്ലവറിൽ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം എന്ന് പറഞ്ഞിട്ട് 4 പാർട്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ചില ഫ്ലവറിൽ കാലിക്സ്, കൊറോള എന്ന് പറയുന്ന 2 പാർട്ടിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോക്കനട്ടിന്റെ ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇൻഫ്ലോറസൻസ് ആണ് അല്ലെ, ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, പൂങ്കുല എന്ന് പറയാം നമ്മള്, തെങ്ങിൻ പൂക്കുല. ആ പൂക്കുലയില് താഴെ വീഴുന്ന ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പച്ച കളറുള്ള കാലിക്സ്, നല്ല ബ്രൈറ്റ് കളർ ആയിട്ടുള്ള കൊറോള, ഇങ്ങനെയൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അതിൽ കാലിക്സ് ഏതാ, കൊറോള ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത സ്ട്രക്ചർ ആണ് കാണുന്നതെങ്കിൽ, മീൻസ് കാലിക്സ് ഏതാ, കൊറോള ഏതാ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത സ്ട്രക്ചർ ആയിട്ടാണ് കാണുന്നതെങ്കിൽ, ആ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേര് കാലിക്സ്, കൊറോള എന്നല്ല, പകരം വിളിക്കുന്ന പേര് പെരിയാന്തം. Okay, perianthum means undifferentiated calyx and corolla. Undifferentiated calyx and corolla is called perianthum. ഇങ്ങനെയുള്ള പെരിയാന്തം എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ലില്ലി എന്ന് പറയുന്ന പ്ലാന്റിൽ കാണാം. ലില്ലിയിൽ കാലിക്സും കൊറോളയും തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല.
ഇനി ലില്ലിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻഡ്രീഷ്യം കാണുന്നത് ഈ പെരിയാന്ത് എന്ന് പറഞ്ഞ സ്ട്രക്ചറിന്റെ മുകളില. പെരിയാന്ത് എന്ന് പറഞ്ഞ കൊറോളയല്ലല്ലോ, നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് കൊറോള എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ആൻഡ്രീഷ്യം കാണുന്നത് പെരിയാന്ത് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മുകളിലാണ്. പെരിയാന്തിലാണ് കാണുന്നതെങ്കിൽ ആ കണ്ടീഷൻ വിളിക്കേണ്ട പേര് എപ്പിപെറ്റാലസ് എന്നല്ല. എപ്പിപെറ്റാലസ് മീൻസ് ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് കൊറോള. ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് പെരിയാന്ത് ഈസ് നോൺ ആസ് എപ്പിഫില്ലസ് കണ്ടീഷൻ. എപ്പിഫില്ലസ് കണ്ടീഷൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മുടെ പെരിയാന്തിന്റെ കാലിക്സിന്റെ ഒരെണ്ണത്തിന് വിളിച്ച പേര് സെപ്പല്, കൊറോളയുടെ ഒരു യൂണിറ്റിന് വിളിച്ച പേര് പെറ്റല്. അതേപോലെ പെരിയാന്തിന്റെ ഒരു യൂണിറ്റിന് വിളിക്കുന്ന പേര്, ഒരേതെല്ലാം വിളിക്കുന്ന പേര് ടെപ്പൽ. ഓക്കെ ഓക്കെ. അപ്പൊ എപ്പിഫില്ലസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇതേ കണ്ടീഷൻ വിളിക്കുന്ന മറ്റൊരു പേര് കൂടി ഉണ്ട്, എപ്പിടെപ്പാലസ് കണ്ടീഷൻ. എപ്പിടെപ്പാലസ്. അപ്പൊ എപ്പിഫില്ലസ് അല്ലെങ്കിൽ എപ്പിടെപ്പാലസ് കണ്ടീഷൻ എന്ന് വിളിക്കും. നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് എപ്പിഫില്ലസ് എന്നാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ക്യാരക്ടർ നമ്മൾ ഇങ്ങനെ വേഗമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എപ്പിപെറ്റാലസ് എന്ന്, സോറി എപ്പിടെപ്പാലസ് എന്ന്. റെഡിയല്ലേ? അപ്പൊ നമ്മള് സ്റ്റേറ്റ്മെന്റ് ഫ്യൂഷൻ ആയിട്ട് കാണുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് കൊഹിഷൻ, മറ്റൊന്ന് അഡഷൻ. ഓക്കെ. കൊഹിഷൻ നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് ഉണ്ട്, മോണോഡൽഫസ്, ഡൈഡൽഫസ്, പോളിയഡൽഫസ്. അഡഷൻ നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, എപ്പിപെറ്റാലസ് ആൻഡ് എപ്പിഫില്ലസ്. എപ്പിപെറ്റാലസ് മീൻസ് ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് കൊറോള. എപ്പിഫില്ലസ് കണ്ടീഷൻ മീൻസ് ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് പെരിയാന്ത്. പെരിയാന്ത് എന്ന് പറഞ്ഞാല് അൺഡിഫറൻഷിയേറ്റഡ് കാലിക്സ് ആൻഡ് കൊറോള. അൺഡിഫറൻഷിയേറ്റഡ് കാലിക്സ് ആൻഡ് കൊറോള. ഓക്കെ. ഇത്രയാണ് ആൻഡ്രീഷ്യം. Androgen is the male reproductive organ.